ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഒരു വെനസ്ഡേ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടാൻ ദൈവം ഇടയാക്കി. ദൈവം അനുവദിക്കുകയാണെങ്കിൽ സെർമൺ ഓൺ മൗണ്ട് ഇന്ന് കൺക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അത് കൂടാതെ ടൈം അനുസരിച്ച് നെക്സ്റ്റ് ടീച്ചിങ് സെക്ഷൻ, അതായത് മാത്യു ചാപ്റ്റർ 10, അതൊരു സ്പെഷ്യൽ കേസാണ്. ഒരു ചാപ്റ്ററേ ഉള്ളൂ, സ്മോൾ പോർഷൻ ആണ്. അപ്പം അതും കൂടെ നമുക്കത് വായിച്ച് ധ്യാനിക്കാം എന്ന് വിചാരിക്കുന്നു. ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് ചോദിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഫീൽ ഫ്രീ എനി ടൈം. പ്ലീസ് പോസ് ആൻഡ് മേക്ക് എൻ എഫേർട്ട് ടു ആസ്ക്. മേ ഗോഡ് ഹെൽപ്പ് us. ഫുൾ സ്ക്രീൻ ആയിട്ട് കാണാമോ? കാണാം. ഓക്കെ. സോ നമ്മള് ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്ന തീമാണ് മാത്യൂസ് ഗോസ്പലിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പുറമേ നോക്കുമ്പോൾ അത് വളരെ സിമ്പിൾ, ഈസി ടു അണ്ടർസ്റ്റാൻഡ് തീമാണ്. എന്നിരുന്നാൽ തന്നെ അത് വളരെ ഉത്തരവാദിത്വം നിറഞ്ഞ ഒരു കാര്യം കൂടിയാണ്. കാരണം കർത്താവായ യേശുക്രിസ്തുവിനെ ഒറിജിനൽ ഡിസൈപ്പിളായിട്ട് പിന്തുടരേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ അനുസരിക്കുമ്പോൾ അതിൻ്റെതായ ചാലഞ്ചസ് എല്ലാം ഉണ്ടാകും. നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് റിവ്യൂ ചെയ്യാം. ആദ്യമായി നമ്മൾ കണ്ടത് ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കടപ്പാടോടുകൂടെ സുവിശേഷത്തെ സ്വീകരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഉളവെടുത്ത് ആ കടപ്പാടിന്റെ മധ്യത്തിൽ നമ്മൾ സഭയിലുള്ള വിശ്വാസികളായിട്ട് ഒരുമിച്ച് കൂടി കൂട്ടായ്മയിൽ മുന്നോട്ട് പോകുന്ന ആ ഒരു വേ ഓഫ് ലൈഫിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക ജീവിത രീതിയാണ് ഈ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത്. അത് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡുമുണ്ട്, റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിളുമുണ്ട്. ആ സുവിശേഷത്തെ നമ്മൾ അത് എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ദൈവത്തോട് കടപ്പാടുണ്ട് അല്ലെങ്കിൽ ഭാഗ്യമായി കണക്കിടുന്ന ആ ഫീലിംഗ് ഉള്ളിലുണ്ടോ? ദാറ്റ് ഈസ് ദ ഹോൾ പോയിന്റ്, ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു ബി എ ട്രൂ ഡിസൈപ്പിൾ. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒത്തിരി ചാലഞ്ചസ് ഉണ്ട്. ഒന്ന്, സെൽഫ് ഡിസെപ്ഷൻ. നമ്മളെ തന്നെ പറ്റിക്കും. നമ്മൾ ആത്മീയനാണ് നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കും, പക്ഷെ നമ്മൾ ആത്മീയനല്ല. അതൊരു ഭയങ്കര ഒരു പ്രോബ്ലം ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെയുള്ളത് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ. ദൈവത്തിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലാത്തതൊക്കെ ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കും. അങ്ങനെ ഒരു മോഹത്തോടുകൂടെ കർത്താവിനെ പിന്തുടരുകയാണെങ്കിൽ ആ ഒരു ഡിസൈപ്പിൾഷിപ്പ് ലൈഫ്, ഫോളോയിങ് ദ മാസ്റ്റർ, അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, അത് തെറ്റുമാണ്. അവസാനമായി അഹങ്കാരം, അതൊരു വലിയൊരു ഫാക്ടറാണ്. ദൈവത്താൽ മാത്രം അത് നമുക്ക് കാണിച്ചു തരുവുള്ളൂ, ദൈവത്താൽ മാത്രം സാധ്യം. അത് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യണം. മൂന്നാമതായിട്ട്, ട്രൂ ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് വർക്ക്സ് ഓൺ ഒബ്ലൈജ്ഡ് ലവ്, ഫിയർലെസ് ഹ്യൂമിലിറ്റി, എൻഡ്യൂറിംഗ് ഒബീഡിയൻസ്, ജോയ്ഫുൾ കമ്മിറ്റ്മെന്റ് ആൻഡ് പേഷ്യന്റ് ഹോപ്പ്. ഇതാണ് അതിൻ്റെ കോസ്റ്റ്. എന്ന് പറഞ്ഞാൽ വലിയ വിലയാണ്. കർത്താവിനെ ഒരു ശിഷ്യനായിട്ട് പിന്തുടരണമെങ്കിൽ അതിൻ്റെതായ പ്രൈസ് ഉണ്ട്. ആ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറുക എന്നൊരു പ്രൈസാണത്. നമ്മുടെ സ്നേഹത്തിൽ മാറണം, നമ്മുടെ താഴ്മ അത് മാറണം, നമ്മുടെ അനുസരണ രീതി അത് മാറണം, നമ്മുടെ കമ്മിറ്റ്മെന്റ് അത് മാറണം, നമ്മൾ പ്രത്യാശിക്കുന്ന രീതി അതും മാറണം. അങ്ങനെ സുവിശേഷം സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഫീലിംഗ് പോകാതെ സ്നേഹിക്കണം, താഴണം, അനുസരിക്കണം, കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം, പ്രത്യാശിക്കണം. അതാണ് ഗോസ്പലാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ മറക്കരുത്. അതാണ് അതിൻ്റെ പോയിന്റ്. ഹൗ
വാട്ട് ഡു യു ഫീൽ വെൻ യു ഗോട്ട് സേവ്ഡ്? അതൊരു ഭാഗ്യമായി കണക്ക് കൂട്ടി അതൊരു കടപ്പാട് എന്നൊരു സാധനം അതിനകത്ത് ഉളവാകാൻ ശ്രദ്ധിക്കുക. അതില്ലെങ്കിൽ അത് എത്രമാത്രം ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സെർമൺ ഓൺ ദ മൗണ്ട് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട്, ആ സെർമണിൽ രാജ്യത്വത്തിന്റെ പ്രിൻസിപ്പിൾസ് ആദ്യത്തെ 3 തൊട്ട് 16 വാക്യം വരെ നമ്മളത് വായിച്ചു. അതിനുശേഷം ഒരു വലിയൊരു പോർഷൻ 5:17 മുതൽ ഒരു കറക്ഷനാണ്. കർത്താവ് ന്യായപ്രമാണം അല്ലെങ്കിൽ നിയമത്തെ കറക്റ്റ് ചെയ്യുന്നു. നിയമം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മനുഷ്യന്റെ ജീവിത രീതിയെ കൺട്രോൾ ചെയ്യണം. അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൽ നിന്ന് ദൈവം ചില നിയമങ്ങളെ അതത് സമയത്ത് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. എന്നെ അനുഗമിക്കുന്നവർ ഇങ്ങനെ ജീവിക്കണം, നിങ്ങളുടെ ജീവിതം ഇങ്ങനെ കൺട്രോൾഡ് ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് കൊടുത്ത ന്യായപ്രമാണങ്ങളാണ്. അപ്പൊ ആ ന്യായപ്രമാണങ്ങളെ വർഷങ്ങൾ കഴിയുമ്പോൾ ആൾക്കാർ പല രീതിയിൽ വ്യാഖ്യാനിക്കും. അങ്ങനെ വ്യാഖ്യാനിച്ച് സ്വന്തം ഭാവനയ്ക്കൊത്തവണ്ണം ദൈവത്തിന്റെ വചനത്തെ വ്യാഖ്യാനിച്ചു പോവും. അങ്ങനെ അവര് ആങ്കറിനെയും ഡിവോഴ്സിനെയും ട്രൂത്ത്ഫുൾനെസ്സിനെയും ഒക്കെ വേറെ വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്തു. കർത്താവ് ആ ഡെഫിനിഷൻ കറക്റ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ദൈവം തന്ന പ്രമാണങ്ങളെ അനുസരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. മെശിഹ വന്നതുകൊണ്ട് ഈ പ്രമാണങ്ങളൊന്നും വേണ്ട എന്നാരും വിചാരിക്കരുത്. ദൈവം തന്ന പ്രമാണം കറക്റ്റാണ്, ശരിയാണ്. അതിന്റെ സാരം എന്ന് പറഞ്ഞാൽ, ഗോഡ് ലൈക്സ് ടു കൺട്രോൾ അവർ ലൈഫ് ബൈ ഹെൽപ്പിംഗ് അസ് ടു ഒബേ ഹിസ് കമാൻഡ്സ്. അത് മനുഷ്യൻ മനസ്സിലാക്കാതെ അതൊരു ദൈവത്തിന് അങ്ങനെ ആഗ്രഹിക്കാമോ? ദൈവത്തിന് എന്നെ കൺട്രോൾ ചെയ്യാൻ ഇത്ര ആഗ്രഹം എന്താ? അപ്പം അങ്ങനെയൊക്കെ മനുഷ്യൻ ചിന്തിച്ച് മനുഷ്യന്റെ ഭാവനയിൽ അവനവന് സൗകര്യമുള്ള പോലെ വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോയി അതിനെ കറക്റ്റ് ചെയ്യായിരുന്നു കർത്താവ്. അത് മാത്രമല്ല, ഇതിങ്ങനെ അനുസരണം ഇങ്ങനെ വളച്ചൊടിച്ചു, ഈ കൽപ്പന വളച്ചൊടിച്ച് അവസാനം അത് ഹിപ്പോക്രസിയായി. ആ ഹിപ്പോക്രസിയെയും കർത്താവ് ആ സെർമണിൽ കറക്റ്റ് ചെയ്തു. അതിനുശേഷം ആ സെർമൺ അവസാനിക്കുന്നത് ഒരു ചോയ്സ് കൊടുത്താണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് ഹിപ്പോക്രസിയുടെ കൺക്ലൂഷനും ഒന്ന് ടച്ച് ചെയ്ത് ആ ചോയ്സ് എന്ന ഒരു പോയിന്റിലേക്ക് ചെല്ലാം എന്ന് വിചാരിക്കുന്നു. സോ കിങ്ഡം പ്രിൻസിപ്പിൾസിന്റെ കൺക്ലൂഷൻ ആണ് 5:16. ആ പ്രിൻസിപ്പിൾസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, ഇതുപോലെ നിങ്ങളുടെ നല്ല പ്രവൃത്തി ഷൈൻ ചെയ്യണം, എല്ലാവരും കാണുക, ഷൈൻ ചെയ്യണം. അതായത് പബ്ലിക്കായിട്ട് അനുസരിക്കണം, നാണമില്ലാതെ അനുസരിക്കണം. താഴ്മ ഒരു കുറച്ചിലാണെന്ന് വിചാരിച്ച് ഒരു നാണക്കേട് തോന്നാതെ താഴണം. ക്ഷമിക്കുന്നത് എനിക്ക് കഴിവില്ല എന്ന് ആൾക്കാർ വിചാരിക്കും എന്ന് പേടിച്ച് അനുസരിക്കാതിരിക്കരുത്. ലെറ്റ് പീപ്പിൾ സീ യുവർ ട്രൂ ഒബീഡിയൻസ്. അതിനാണ് കർത്താവ് ആ പ്രിൻസിപ്പിൾ എല്ലാം പറഞ്ഞത്. അങ്ങനെ പിതാവിനെ എല്ലാവരും പ്രൈസ് ചെയ്യണം. ഒരിക്കലും പറയില്ലോ, ആ സഹോദരൻ മറ്റേ സഹോദരനെ മലത്തി അടിച്ചു, പ്രൈസ് ദി ലോർഡ് എന്നാരും പറയില്ല. അങ്ങനെ പറയാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ജെനുവിൻ ഒബീഡിയൻസ്, ഭയമില്ലാതെ, നാണക്കേട് നോക്കാതെ, മെനക്കേട് നോക്കാതെ ആ രാജ്യത്വത്തിന്റെ പ്രിൻസിപ്പിൾ അതുപോലെ അനുസരിക്കാൻ ഉള്ള ആ ഒരു തീരുമാനം, അത് കണ്ട് ആളുകൾ ദൈവത്തെ പ്രൈസ് ചെയ്യും. ഇതാണ് കർത്താവിന്റെ ആഗ്രഹം. അതാണ് 16 കൺക്ലൂഡ് ചെയ്യുന്നത്. അതിനുശേഷം നിയമത്തെ പറ്റിയുള്ള സെക്ഷൻ കർത്താവ് തുടങ്ങി 5:17 തൊട്ട് 48 വരെ. അതിന്റെ കൺക്ലൂഷൻ 48-ാം വാക്യത്തിലാണ്. ബട്ട് യു ആർ ടു ബി പെർഫെക്റ്റ് ഓർ കംപ്ലീറ്റ് ഈവൻ ആസ് യുവർ ഫാദർ ഇൻ ഹെവൻ ഈസ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ, ദൈവം പറഞ്ഞ പ്രമാണങ്ങൾ അത് അപ്പാടെ അനുസരിക്കുകയാണെങ്കിൽ മനുഷ്യന് ഒതുങ്ങുന്ന ആ ജീവിതത്തിൽ ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ടാകും. അത് നമുക്ക് ദൈവമാകുന്നല്ല. യു വിൽ ബി പെർഫെക്റ്റ് ഓർ കംപ്ലീറ്റ് ദ വേ യുവർ ഫാദർ ഇൻ ഹെവൻ ഈസ് കംപ്ലീറ്റ്. അതായത് ക്രിസ്തുവിൽ ഒരു മെച്യൂരിറ്റി, ഒരു കംപ്ലീറ്റ്നെസ്, ഒരു ഹോൾനെസ്, ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് കർത്താവ് ആ ലോയുടെ
അത് കൺക്ലൂഡ് ചെയ്യുന്നത്. തുടർന്ന് ഹിപ്പോക്രസി എന്ന് പറഞ്ഞ ഒരു തീം അഡ്രസ് ചെയ്യുന്നു. കാരണം നിയമം അനുസരിക്കുമ്പോൾ ആളുകൾ കുറെ സമയം ഇത് കപടഭക്തി കാണിക്കാറുണ്ട്. അങ്ങനെ ഹിപ്പോക്രസി എന്ന തീമിലോട്ട് കർത്താവ് അഡ്രസ് ചെയ്തു. അത് 6:1 മുതൽ 7:5 വരെയാണ് ആ ഡിസ്കഷൻ ഉള്ളത്. നമ്മളത് കഴിഞ്ഞ ആഴ്ച പവർ പോയിന്റ് അത്ര ശരിയാകാതെ വന്നിരുന്നെങ്കിലും എനിക്ക് ഇന്റർനെറ്റിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിലും നമ്മളത് അത്യാവശ്യം ദൈവകൃപയാൽ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റി. അതിന്റെ കൺക്ലൂഷനാണ് ചാപ്റ്റർ 7, 6-12. അപ്പൊ നമ്മൾ ആ 6:1 അതിന്റെ പ്രിൻസിപ്പിൾ കാണുന്നത്. സോ ലെറ്റ്സ് റീഡ് ദാറ്റ് വേഴ്സ്. Take heed that you do not do your charitable deeds before people to be seen by them, otherwise you have no reward from Father in heaven. പ്രിൻസിപ്പിൾ ഇതാണ്. മറ്റുള്ള ആളുകൾ കാണുകെ നമ്മൾ മറ്റുള്ള ആൾക്കാർ കണ്ടോട്ടെ, അത് പ്രശ്നമല്ല. അവർ കാണാൻ വേണ്ടി നമ്മൾ അനുസരിക്കരുത്. അതായത് നമ്മൾ നമ്മളെ തന്നെ പുകഴ്ത്തി കാണിക്കാൻ, നമ്മൾ നമ്മളെ തന്നെ ആത്മീയരാണെന്ന് വരുത്തി തീർക്കാൻ, 4 പേര് ഞാൻ ഇച്ചിരി ആത്മീയനാണെന്ന് 4 പേര് അറിയട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടെ, അങ്ങനെ മനസ്സിൽ എന്താണോ അനുസരിക്കുന്നത് അതാണ് കർത്താവ് ഹിറ്റ് ചെയ്യുന്നത്. മറ്റുള്ളവർ നമ്മളെ അഡ്മയർ ചെയ്യാൻ വേണ്ടി, മറ്റുള്ളവർ നമ്മളെ പ്രൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കാര്യവും ചെയ്യില്ല. കാരണം അനുസരണം എപ്പോഴും പബ്ലിക് ആണല്ലോ. നമുക്ക് ഒരിക്കലും അനുസരണം മൂടി വെക്കാൻ പറ്റില്ല. അനുസരണം എപ്പോഴും പബ്ലിക്കാണ്, എല്ലാവരും കാണും. പക്ഷെ പോയിന്റ്, അവർ കാണിക്കാൻ വേണ്ടി നമ്മൾ അനുസരിക്കരുത്. കാരണം അങ്ങനെ അനുസരിച്ചാൽ ആ റിവാർഡ് പോകും. ആ പ്രിൻസിപ്പിൾ പറഞ്ഞതിന് ശേഷം പല കാര്യങ്ങൾ അവിടെ കർത്താവ് പോയിന്റ് ഔട്ട് ചെയ്തു. ഒന്ന്, വിശാല ഉള്ള ഒരു വ്യക്തിയാണെന്ന് കാണിക്കാൻ പലപ്പോഴും മനുഷ്യർ ശ്രമിക്കാറുണ്ട്. പിന്നെ പ്രാർത്ഥനയിൽ വളരെയധികം കപടഭക്തി കാണിക്കാറുണ്ട്. കാരണം ഇത് ദൈവത്തോടാണ് പറയുന്നത് എന്ന് ബോധമില്ലാതെ പ്രാർത്ഥന പോലും മനുഷ്യനോടാണ് പറയുന്നത്. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തോട് നമ്മൾ പറയുന്നതായിട്ട് തോന്നൂല. ചില പ്രാർത്ഥന കേട്ടാൽ അത് ആ പ്രാർത്ഥന മൊത്തം മനുഷ്യരോടാ പറയുന്നതെന്ന് ഫീൽ ചെയ്യും. അപ്പൊ പ്രാർത്ഥനയിൽ പോലും മനുഷ്യനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. അത് ചെയ്യരുത്. പിന്നെ ദൈവത്തോട് സംസാരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം അവിടെയും ഹിപ്പോക്രസിക്ക് ഭയങ്കര ഡേഞ്ചറസ് ഒരു ടൈമാണ്. അതുപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും, പറഞ്ഞ കാര്യം തന്നെ അത് മീൻ ചെയ്യാതെ, ഒരേ തീം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അത് അതിൽ തന്നെ പ്രശ്നമില്ല. പക്ഷേ ഒരു ഒറിജിനാലിറ്റി ഇല്ലാതെ നമ്മൾ പറയാൻ വേണ്ടി കുറെ പറഞ്ഞു എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ മനുഷ്യന്റെ പ്രാർത്ഥനാ ജീവിതം അങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. ഇത് റിയലാണ്. നമ്മുടെ പേഴ്സണൽ ലൈഫ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അറിയാം. ഒരേ ഒരു ടെസ്റ്റ്, അടുത്ത 3 ദിവസം മാത്രം പ്രാർത്ഥിക്കുമ്പം ഒന്നും ചോദിക്കരുത്. 3 ദിവസത്തേക്ക് ഒരു റിക്വസ്റ്റ് ഇല്ലാതെ പ്രാർത്ഥിച്ചു നോക്ക്. എന്തായിരിക്കും നമ്മൾ പറയുന്ന ദൈവത്തോട്? വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടെസ്റ്റാണത്. അത് മാത്രമല്ല, പല രീതിയിൽ ചെയ്യാം. എങ്കിലും നമ്മുടെ ഉള്ളിൽ ഹിപ്പോക്രസി ഉണ്ടോ എന്ന് അറിയാൻ ഒരു നല്ലൊരു ടെസ്റ്റാണ്. അറ്റ്ലീസ്റ്റ് 2 ദിവസത്തേക്കെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും ചോദിക്കാതിരിക്കെ, റിക്വസ്റ്റ് ചെയ്യാതെ വേറെ എന്തൊക്കെയാ ഉള്ളിൽ നിന്ന് വരുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ മനസ്സ് പകരുമ്പോൾ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്ന കാര്യം മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഇതൊരു നല്ലൊരു പ്രാക്ടീസാണ്. ട്രൈ ഇറ്റ്. കാരണം പ്രയറിലും ഹിപ്പോക്രസിക്ക് ഭയങ്കര ഒരു ചാൻസ് ഉണ്ട്. പിന്നെയുള്ളത് ഫാസ്റ്റിംഗ് ആണ്. ഫാസ്റ്റിങ്ങിലും ഐസയ 58 ഒക്കെ നമ്മൾ ആ ഫാസ്റ്റിങ്ങിന്റെ ഹിപ്പോക്രസിയെ കാണാറുണ്ട്. അതും കർത്താവ് ഹൈലൈറ്റ് ചെയ്തു. പിന്നെ ഹൈലൈറ്റ് ചെയ്തത് വെൽത്താണ്. വെൽത്തും വറിയും. നമുക്കതൊരു കേസ് സ്റ്റഡി ആയിട്ട് ഒരു അല്പസമയത്തിന് ശേഷം നമുക്കത് സ്പെൻഡ് ചെയ്യാം. എങ്കിലും നമ്മൾ എപ്പോഴും ദൈവത്തെയും വേണം, പണത്തിന് പുറകെയും പോകണം. പണം ആവശ്യമില്ല എന്നല്ല,
ഈ ലോകത്തിന്റെ പുറകിലും പോണം, ദൈവത്തിന്റെ പുറകിലും പോണം. ഇങ്ങനെ ഡബിൾ ആയിട്ട് ലൈഫ് ലിവ് ചെയ്യാൻ നോക്കും. അതും ഭയങ്കര ഹിപ്പോക്രറ്റിക്കലാണ്. അതൊരു സിന്നായിട്ടാണ് ദൈവം വ്യാഖ്യാനിക്കുന്നത്. ഒന്നെങ്കിൽ എന്റെ പുറകെ വാ, അല്ലെങ്കിൽ ലോകത്തിന്റെ പുറകെ പോ. അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ദൈവം പറയാണ്, നീ എന്റെ പുറകെ വാ, ലോകത്തിന്റെ പുറകെ പോകരുത്. പക്ഷെ വരികയാണെങ്കിൽ യു ഫോക്കസ് ഓൺലി ഓൺ മീ. രണ്ടിടത്തും കാല് വെക്കാൻ പാടില്ല. അവസാനമായി അഭിപ്രായങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റം മാത്രം കണ്ട് സ്വന്തം കുറ്റം കാണാൻ പറ്റാതെ ഉള്ള അഭിപ്രായങ്ങൾ, അതും ഹിപ്പോക്രസിക്ക് തുല്യമാണ്. അങ്ങനെ അത്രയും എക്സാമ്പിൾ കർത്താവ് ഡീൽ ചെയ്തിട്ട് അതിന്റെ കൺക്ലൂഷൻ അവിടെയാണ് കർത്താവ് 6-12 കർത്താവ് അവിടെ പറയാണ്. അതിന്റെ മെയിൻ പോയിന്റ് ഇതാണ്: ഡോണ്ട് വേസ്റ്റ് യുവർ എഫേർട്സ്, ഫോക്കസ് ഓൺ ഒബേയിങ് ഗോഡ്. നിങ്ങളുടെ അധ്വാനം വൃഥാ പോകരുത്. ആത്മീയ ജീവിതം ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥിക്കണം, ചാരിറ്റി വർക്ക് ചെയ്യണം, പല കാര്യങ്ങളും ചെയ്യണം. പല കാര്യങ്ങളും പബ്ലിക്കായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. പക്ഷെ ആ എഫേർട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അത് വേസ്റ്റ് ഓഫ് ടൈമാണ്, വേസ്റ്റ് ഓഫ് എനർജിയാണ്. അത് പാപത്തിലേക്ക് നയിക്കും, പ്രോബ്ലംസിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് 6ാം വാക്യത്തിൽ പറയുന്നത്, അവിടെ മനുഷ്യന്റെ ഒരു എഫേർട്ട്, ഒരു ആക്ഷനെ പറ്റി പറയാണ്. ഡോണ്ട് ഗീവ് വാട്ട് ഈസ് ഹോളി ടു ദ ഡോഗ്സ്. ഒരു ആനിമൽ ആണ്. ഡോണ്ട് ത്രോ പേൾസ് ടു പിഗ്സ്. കാരണം പിഗ് ആ പേള് കണ്ടിട്ട് തിരിച്ചറിയാതെ ഇറ്റ് വിൽ അറ്റാക്ക് യു. അപ്പൊ അവിടെ ഫോക്കസ് മൊത്തം മനുഷ്യന്റെ എഫേർട്ടാ. വിശുദ്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള കാര്യങ്ങൾ, ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഇവിടെ അത് ആത്മീയ ജീവിതമാണ്. അത് വേസ്റ്റ് ആയിട്ട് പോകരുത്. അത് വേസ്റ്റ് ആയിട്ട് പോകുന്ന എപ്പോഴാ? ഹിപ്പോക്രസി കാണിക്കുമ്പോഴാ, കപടഭക്തി കാണിക്കുമ്പോഴാ. കപടഭക്തി കാണിക്കാൻ വേണ്ടി മനുഷ്യൻ പ്രയത്നിക്കുമ്പോൾ ആ പ്രയത്നത്തെ ദൈവം കാണുന്നത് അത് പന്നിയുടെ മുമ്പിൽ മൂക്കുത്തി, പന്നിയുടെ മുമ്പിൽ പേൾ ഇടാൻ ധൈര്യം കാണിച്ച ഒരു മനുഷ്യന്റെ എന്താ പറയുക, ഫൂളിഷ്നെസ് പോലെ ഇരിക്കും. അതായത് ഒരു മനുഷ്യന് പേൾ എടുത്ത് പന്നിയുടെ മുമ്പിൽ ഇടാൻ ഒരു എഫേർട്ട് എടുത്തു, അതാണ് മണ്ടത്തരമാണ്. അല്ലെങ്കിൽ ഹോളി ഉപകരണങ്ങൾ ഡോഗ്സിന് കൊടുക്കുന്ന അതൊരു മണ്ടത്തരമാണ്, അതൊരു വേസ്റ്റ് ഓഫ് എഫേർട്ടാണ്. അപ്പം മനുഷ്യൻ ഇങ്ങനെ, പ്രത്യേകിച്ച് ആത്മീയ ജീവിതം വിലപിടിപ്പുള്ളതും വിശുദ്ധമാണെന്നും പരിശുദ്ധമാണെന്നും വിശ്വസിക്കുന്ന നമ്മൾ, അതിൽ അടങ്ങിയിരിക്കുന്ന ആ വിലപിടിപ്പുള്ള കാര്യങ്ങൾ ഇറസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ അതിനെ കാണരുത്. അല്ലെങ്കിൽ അത് അനുസരിക്കുമ്പോൾ ഇറസ്പോൺസിബിൾ ആയിട്ട് പോകരുത്. ഉച്ചയോട് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ കപടഭക്തിക്ക് ഇടം കൊടുക്കരുത്. കപടഭക്തിക്ക് ഇടം കൊടുക്കുകയാണെങ്കിൽ ഇത്രയും വിലപിടിപ്പുള്ള വിശുദ്ധമായ ഒരു കാര്യം, ഒരു പേളിനെ പോലെ വിലപിടിപ്പുള്ള കാര്യമാണ് ഈ ഡിസൈപ്പിൾഷിപ്പ് ലൈഫ്, അല്ലെങ്കിൽ ഈ ആത്മീയ ജീവിതം. അത് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ നമ്മൾ അതിനെ കണക്കിടരുത്. മറിച്ച് 7ഉം 8ഉം വാക്യങ്ങൾ പറയുന്ന പോലെ എങ്ങനെയാണ് ഉത്തരവാദിത്വത്തോടുകൂടെ ജീവിക്കേണ്ടത്? യു ടേൺ ടു മീ. നിങ്ങൾ മനുഷ്യനെ ഫോക്കസ് ചെയ്ത് മനുഷ്യനെ കാണിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യരുത്. ഞാൻ എല്ലായിടത്തും ഉണ്ട്, എനിക്ക് കാണാൻ വേണ്ടി എനിക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ അനുസരിക്കുക. ആൻഡ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ യുവർ എഫേർട്ട് വിൽ നോട്ട് ഗോ ടു വേസ്റ്റ്. 9ാം വാക്യത്തില് മനുഷ്യരായ നിങ്ങൾക്ക് സ്വന്തം മക്കൾക്ക് നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ അറിയാമെങ്കിൽ എനിക്ക് എത്രയധികം അറിയാം. അതുകൊണ്ട് യു ഒബേ മീ ഫോർ മീ ടു സീ, നോട്ട് ഫോർ അതേഴ്സ് ടു സീ. എന്നെ അനുസരിച്ച് ജെന്യൂനായിട്ട് വാ. എന്റെ മുമ്പിൽ കപടഭക്തി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കാണുക, ഞാൻ അവിടെ നിപ്പുണ്ട് എന്ന ബോധത്തോടനുസരിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് വായിക്കാം, എനിക്ക് അറിയാം എന്ന ബോധത്തോടെ അനുസരിക്കുക. കപടഭക്തി കാണിക്കുന്ന സ്ഥലത്തും ആലോചനയിലും പ്ലാനിങ്ങിലും ഒക്കെ ഞാൻ അവിടെ ഉണ്ട് എന്ന ബോധത്തിൽ അതിനെ റിജക്റ്റ് ചെയ്ത് എന്നെ അനുസരിക്കുക. അങ്ങനെ അനുസരിക്കുകയാണെങ്കിൽ യുവർ എഫേർട്ട് വിൽ നോട്ട് ഗോ വേസ്റ്റ്. ആ അനുസരണത്തിന്റെ ഗൈഡ് ലൈൻ ആണ് വേഴ്സ് 12. ഡു ടു അതേഴ്സ് വാട്ട് എവർ യു ലൈക്ക് ദം ടു ഡു ടു യു. This is the essence of all that is law taught in the law and prophets.
അപ്പൊ ആ കറക്ഷൻ മൊത്തം കൺക്ലൂഡ് ചെയ്യുന്ന വേഴ്സ് 12-ലാണ്. ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് മനുഷ്യന്റെ ഇടയിൽ മനുഷ്യനെ ബഹുമാനിച്ച് ദൈവവുമായിട്ടുള്ള ആത്മബന്ധത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് ഈ രീതിയിൽ വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ലൈഫ്, സ്പിരിച്വൽ ലൈഫിൽ നമ്മൾ എത്തിച്ചേരുന്നത്. അങ്ങനെയാണ് ജീസസ് ക്രൈസ്റ്റ് ആ ഭാഗം കൺക്ലൂഡ് ചെയ്യുന്നത്. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ അത് ഡിസ്കസ് ചെയ്തു. എന്തുകൊണ്ടാണ് ആൾക്കാർ ഹിപ്പോക്രസിക്ക് ഇത്ര ഡേഞ്ചറസ് ആണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഹിപ്പോക്രസിക്ക് ടെംപ്റ്റഡ് ആകുന്നു? ഒന്ന്, സ്വന്തം പാപത്തെ മൂടാൻ. രണ്ട്, ചിലർക്കൊരു ഫീലിംഗ് ഉണ്ട്, ഇച്ചിരി ആത്മീയതയൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി വേഗം ആത്മീയമായി വളരും എന്നൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ആത്മീയത അഭിനയിക്കാറുണ്ട്. അതുപോലെ ഒരു പൊടിക്ക്, ആത്മീയതയുടെ കൂടെ ഒരു അല്പം പൊടിക്ക് ഒരു ചെറിയ എന്താ പറയാ തലഖനവും ചെറിയ അഹങ്കാരവും ഒരു ഇച്ചിരി ലോകത്തിന്റെ വഴിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു മിക്സാണ്. ഒരു ഇച്ചിരി ബലം കിട്ടും, ദൈവത്തെ അനുസരിക്കാം. അതുപോലെ ഒരു ഇച്ചിരി ബലവും മനുഷ്യരുടെ മുമ്പിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫീലിങ്ങിന് വേണ്ടി, ഒരു ബലം ഫീൽ ചെയ്യാൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കുമെന്നും ദൈവം ഉണ്ടെന്നും എന്നൊന്നും അതൊരു പോരാ. ദൈവത്തിന്റെ ബലം പോരാ എന്നൊരു തോന്നല്. കാരണം ഇത്രയും ബലമുള്ള ദൈവത്തെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അനുസരിച്ച കർത്താവിന് കിട്ടിയത് കുരിശാണ്. അപ്പം ഞാനും കർത്താവിന്റെ വഴിയിൽ പോകുമ്പോൾ ഒരു പക്ഷേ ഈ ബലമുള്ള ദൈവത്തിന്റെ ബലം ചിലപ്പോൾ അത്ര ശരിക്ക് കാണാൻ പറ്റില്ല എന്നൊരു ഫീലിംഗ് വരും. അപ്പോൾ ആൾക്കാർ വേഗം ഒരു ബലം ഫീൽ ചെയ്യാൻ വേണ്ടി കപടം എന്ന ലൈഫ് സ്റ്റൈലിലോട്ട് മുമ്പോട്ട് പോകും. നാലാമതായിട്ട്, ചിലപ്പോൾ കപടഭക്തിയിൽ എൻഗേജ് ചെയ്യുമ്പോൾ ഒത്തിരി റെസ്പെക്റ്റഡ് ആയിട്ട് തോന്നും. അങ്ങനെ സെർമൺ ഓൺ ദ മൗണ്ടിൽ കിങ്ഡം പ്രിൻസിപ്പിൾസ്, അത് കഴിഞ്ഞ് 2 കാര്യം കറക്റ്റ് ചെയ്തു. പിന്നെയുള്ളത് ചോയ്സ് ആണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം കർത്താവ് അവർക്കൊരു ചോയ്സ് കൊടുക്കുക. നിങ്ങളുടെ മുമ്പിൽ ഒരു ചോയ്സ് ഉണ്ട്. യു ഈദർ ചൂസ് മീ ഓർ ചൂസ് സംതിങ് എൽസ്. പക്ഷെ മറ്റു കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ അവിടെ പറയുന്നില്ല. മനുഷ്യരുടെ 2 തീരുമാനങ്ങളും ഹൈലൈറ്റ് ചെയ്തിട്ട് അത് കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തെ ചൂസ് ചെയ്യണം എന്ന് പ്രോത്സാഹിപ്പിക്കുമാറ് ഉള്ള കുറച്ച് ഇല്ലസ്ട്രേഷൻസ് ആണ് 7-ാം അധ്യായം 12 തൊട്ട് 27-ാം വാക്യം വരെ പോകുന്നത്. ഈ സ്ട്രക്ചർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള സെർമൺസിൽ, കർത്താവിന്റെ സെർമൺസിൽ ഈ ഐഡിയ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. So we can go very, very quickly and finish the remaining sermons of Jesus. So let's quickly go to the choice part. ഇത്രയും പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ we have choices. ഒന്ന്, to believe in the kingdom principles and practicing it. അത് നമുക്കൊരു ചോയ്സാണ്. ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ വിശ്വസിക്കുകയും അതിനൊത്തവണ്ണം അനുസരിക്കുകയും ചെയ്യുക. സോൾട്ട് ആൻഡ് ലൈറ്റ് ആയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുക, അതൊരു ചോയ്സാണ്. അത് നമ്മളത് ചൂസ് ചെയ്യണമെന്ന് കർത്താവിന് നിർബന്ധമാണ്. അതുപോലെ തന്നെ ടോട്ടൽ സറണ്ടർ ബിഫോർ ദ ഡിസയർ ഓഫ് ഗോഡ് ടു കൺട്രോൾ അവർ ലൈഫ്സ്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതിന് ദൈവത്തിന്റെ നിയമം തന്നു. എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും എന്ന് തീരുമാനിക്കുന്ന ആളുകളുമുണ്ട്. ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ദൈവം കൺട്രോൾ ചെയ്യത്തക്ക രീതിയിൽ മതി എന്ന് തീരുമാനിച്ച് സറണ്ടർ ചെയ്യുന്ന ആളുകളുമുണ്ട്. അതും ഒരു ചോയ്സാണ് മനുഷ്യന് ദൈവം കൊടുത്തേക്കുന്നത്. ആരെയും പേടിപ്പിച്ചോ ഉപദ്രവിച്ചോ ബലം പ്രയോഗിച്ചോ ആ ചോയ്സ് ദൈവം നടപ്പാക്കുന്നില്ല. മൂന്നാമത്, കർത്താവ് അവരെ കറക്റ്റ് ചെയ്തു. വി ഓൾസോ ഹാവ് എ ചോയ്സ് ടു റെസ്പെക്ട് അതർ പീപ്പിൾ. ചിലവർക്ക് ഭയങ്കര ദേഷ്യക്കാരാണ്. എൻ്റെ ഡാഡിയും ദേഷ്യക്കാരായിരുന്നു, ഡാഡിയുടെ ഡാഡിയും ദേഷ്യക്കാരനായിരുന്നു, ഞങ്ങൾ കുടുംബമായിട്ട് ഭയങ്കര ദേഷ്യക്കാരാ. ഇത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ദൈവം അത് അക്സെപ്റ്റ് ചെയ്യില്ല, തീർത്ത് പറഞ്ഞേക്കുക. കാരണം അതിനെ മർഡർ ആയിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ചുരുക്കി പറഞ്ഞ, സ്വഭാവം രക്ഷിക്കപ്പെട്ടു, പക്ഷെ സ്വഭാവം മാറിയിട്ടില്ല. അപ്പോൾ ഒരു ചോദ്യമേ ഉള്ളൂ, രക്ഷിക്കപ്പെട്ടതാണോ ശരിക്കും? ചിലവർക്ക് സ്വഭാവം ഇച്ചിരി പെതുക്കേ മാറുള്ളൂ, എങ്കിലും മാറുന്നുണ്ടെന്ന തെളിവ് ജീവിതത്തിൽ കാണാം. അപ്പം മനുഷ്യനെ റെസ്പെക്ട് ചെയ്യാൻ ഒരു ചോയ്സ് ദൈവം നമ്മുടെ മുമ്പിൽ തരികയാണ്.
ദൈവമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ മനുഷ്യനെ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ ആങ്കർ, അഡൽട്ടറി, ട്രൂത്ത്ഫുൾനെസ്, കള്ളം പറയാതെ സത്യം പറയാ, പിന്നെ റിട്ടാലിയേഷൻ, റിവെഞ്ച്, പിന്നെ സ്നേഹിക്കുക. ഈ രീതിയിൽ ഈ ഈ ഈ 5 കാര്യങ്ങളാണ് ഈ പ്രസംഗത്തിൽ കർത്താവ് എടുത്തു പറഞ്ഞത്. അവിടെയും ആളുകൾക്കൊരു ചോയ്സ് കർത്താവ് കൊടുക്കുന്നുണ്ട്. അവസാനമായി കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കർത്താവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ പ്രസൻസിനെ ബഹുമാനിക്കണം. അത് അങ്ങനെ ബഹുമാനിക്കാൻ ഏറ്റവും നല്ലത് റിജക്റ്റിംഗ് ഹിപ്പോക്രസിയാണ്. കാരണം നമ്മുടെ ഹൃദയത്തെ കാണിക്കാനും പ്രാർത്ഥനയും ഫാസ്റ്റിങ്ങും പൈസയും വറിയും ഒപ്പീനിയനും ഒക്കെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും ചൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് ദൈവം വ്യാഖ്യാനിക്കും. സോ ഇവിടെ എല്ലാം ചോയ്സ് ആണ് മനുഷ്യന്റെ മുമ്പിലുള്ളത്. പ്രിൻസിപ്പിൾസ് എടുത്താലും നിയമം എടുത്താലും ആ തീംസ്, പോയിന്റ് നമ്പർ 3, ആങ്കർ, അഡൽട്ടറി, ട്രൂത്ത്ഫുൾനെസ്, റിറ്റാലിയേഷൻ, ലവ്, ഇതെല്ലാം കർത്താവ് കറക്റ്റ് ചെയ്തതാണ്. അവിടെയും ചോയ്സ് ആണ്. ഹിപ്പോക്രസിയുടെ സമയത്തും ഒരു ചോയ്സ് ആണ്. സോ ദൈവത്തെ സംബന്ധിച്ച് ദൈവം മനുഷ്യന് എപ്പോഴും ഒരു ചോയ്സ് കൊടുക്കും. ദൈവത്തെ തിരഞ്ഞെടുക്കണം, ഡിസൈപ്പിൾ എൻ്റെ വഴി തിരഞ്ഞെടുക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രസംഗം അവസാനിക്കുമ്പോൾ ചോയ്സിനെ മാത്രം ഫോക്കസ് ചെയ്ത് കുറച്ച് ഇല്ലസ്ട്രേഷൻസ് കർത്താവ് പ്രസംഗിച്ചതും അങ്ങനെ അത് ക്ലോസ് ചെയ്യുന്നത് ആ സെർമൺ. അപ്പം ആ ചോയ്സ് നിങ്ങളുടെ മുമ്പിൽ ചോയ്സ് ഉണ്ട്. നിങ്ങൾ ഒരെണ്ണം തിരഞ്ഞെടുക്കണം. 2 ഗേറ്റ്സിനെ പറ്റിയുണ്ട്, 2 ആനിമൽസിനെ പറ്റിയുണ്ട്, 2 ട്രീസ് അല്ലെങ്കിൽ 2 പ്ലാന്റ്സ്, 2 തരത്തിലുള്ള ഡിസൈപ്പിൾസിനെ പറ്റി പറയുന്നുണ്ട്, 2 ബിൽഡിങ്സിനെ പറ്റിയും പറയുന്നുണ്ട്, അല്ലെങ്കിൽ ബിൽഡേഴ്സിനെ പറ്റിയും പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിൻ്റെയും ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ട കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് കർത്താവ് പഠിപ്പിച്ചത്. നിങ്ങൾക്ക് എപ്പോഴും ഒരു ചോയ്സ് ഉണ്ട്. വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യാൻ നിങ്ങളുടെ ചോയ്സ് ആണ്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രോബ്ലം കറക്റ്റ് കാര്യം വിശ്വസിക്കും, പക്ഷെ അതിനൊത്തവണ്ണം അനുസരിക്കില്ല. രണ്ടാമത്തെ ചോയ്സ്, ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് നമ്മൾ പൂർണ്ണമായി സറണ്ടർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ദാറ്റ്സ് ദ ചോയ്സ്. മറ്റുള്ളവരെ ബഹുമാനിക്കാനും കർത്താവുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ സമ്മതമാണോ അല്ലയോ, ഒരു ചോയ്സ് ആണ് അവിടെ. ദൈവത്തിന്റെ സാന്നിധ്യത്തെ റെസ്പെക്ട് ചെയ്യാൻ ഒരു ചോയ്സ് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചോയ്സ് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു ട്രൂ ഡിസൈപ്പിൾ എപ്പോഴും ഈ ഓഫറിന് മുന്നിൽ ദൈവത്തിൽ ആശ്രയിച്ച് കറക്റ്റ് ചൂസ് ചെയ്യും എന്നുള്ളതാണ് കർത്താവിന്റെ പോയിന്റ്. ദൈവത്താൽ മാത്രം സാധ്യം, ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രം സാധ്യം. എങ്കിലും അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഈ 5 ഇല്ലസ്ട്രേഷൻ വെച്ച് കർത്താവ് പ്രസംഗം ക്ലോസ് ചെയ്തത്. ആദ്യത്തെ 2 ഗേറ്റ് ആണ്. ഒന്ന്, നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 7-ാം അധ്യായം അതിന്റെ 13-ഉം 14-ഉം വാക്യം. Enter by the narrow gate, for wide is the gate and broad is the way that leads to destruction, and there are many who go by it, because narrow is the gate and difficult is the way which leads to life, there are few who find it. കുറച്ചു പേരേ ഉള്ളൂ ഈ ഗേറ്റിൽ കൂടെ പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ തുടക്കം ഭയങ്കര ഇടുക്കമുള്ളതാണ്. എന്നിരുന്നാൽ അതിന്റെ അവസാനമാകുമ്പോഴേക്ക്, അല്ലെങ്കിൽ ആ വാതിലൂടെ കയറി കുറച്ചങ്ങ് ചെല്ലുമ്പോൾ വിശാലമായ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രോമിസ് ചെയ്യുന്ന ഒരു ഗേറ്റ്. എന്നാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് വേറൊരു ഗേറ്റ്. അതിന്റെ ഗേറ്റിന്റെ വലിപ്പം ഭയങ്കര വലുതാ, പക്ഷെ അതിന്റെ അവസാനം ഡിസ്ട്രക്ഷൻ ആണ്. ഇതൊരു ഒരു ഇല്ലസ്ട്രേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നത് മനുഷ്യന് ചോയ്സ് എപ്പോഴും ഉണ്ട്. വളരെ ഈസിയുള്ള വഴിയുമുണ്ട്, ഒരല്പം മെനക്കെട്ട വഴിയുമുണ്ട്. മെനക്കെട്ട വഴി, എല്ലാ മെനക്കേടുള്ള വഴിയും എല്ലാ പ്രയാസമുള്ള വഴിയും നല്ലതാണെന്നല്ല കർത്താവ് പറയുന്നത്. മറിച്ച് കർത്താവിനെ അനുസരിക്കുന്നതിന്
കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് സഹിച്ച് അവിടെ സറണ്ടർ ചെയ്ത് അങ്ങനെ ആ ഗേറ്റ് വഴി കയറുന്നു. അതായത് അങ്ങനെ പോകുന്ന ആളുകൾക്ക് ഒടുവിൽ അത് അനുഗ്രഹമായി തീരും. എന്നിരുന്നാൽ അത് അത്രയും അങ്ങ് മെനക്കെട്ട് അനുസരിക്കാൻ വയ്യ. വിശ്വസിക്കാം, ഞാൻ റെഡിയാ കർത്താവ്, പറയണതെല്ലാം ഞാൻ വിശ്വസിക്കാം. പക്ഷെ അങ്ങ് അനുസരിക്കാനും സറണ്ടർ ചെയ്യാനും കടപ്പാടോടുകൂടെ താഴാനും മനസ്സില്ലാതെ എനിക്ക് എൻ്റെ വഴി എന്ന് പറഞ്ഞ് അത്യാവശ്യം അനുസരിക്കും, എന്നാൽ അത്യാവശ്യം പാപം ചെയ്യത്തുമില്ല. മര്യാദ പാപികൾ എന്ന് എൻ്റെ മമ്മി ഇടയ്ക്ക് എന്നോട് പറയാറുണ്ട്. മര്യാദ പാപികൾ എന്ന് പറഞ്ഞാൽ വലിയ കൊലക്കേസിലൊന്നും പെടത്തൊന്നുമില്ല, എങ്കിലും സ്ട്രൈറ്റ് അല്ല. അപ്പം അവിടെ കർത്താവ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് കർത്താവിനെ കുറച്ചു പേരെ ചൂസ് ചെയ്യുള്ളൂ. കർത്താവിനെ ഫോളോ ചെയ്യുന്ന ഡിസൈപ്പിൾസിന്റെ എണ്ണം കുറവാ. എന്തുകൊണ്ടാ? ആ അനുസരണത്തിന് ഭയങ്കര ഡിഫിക്കൽട്ടിയാ. ഇറ്റ് സ്റ്റാർട്ട്സ് വെരി സ്മോൾ, നാരോ ഈസ് ദ ഗേറ്റ്. അങ്ങനെ അനുസരിച്ചാൽ ഒടുക്കം ഭയങ്കര ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ല ഡീപ്പാണ്. പക്ഷെ അതിന്റെ അനുസരണം ഒരു അല്പം ഡിഫിക്കൽട്ടാണ്. അതനുസരിച്ച് നേരെയാവുള്ളൂ. പക്ഷെ അത്രയും അങ്ങ് മെനക്കെടാൻ മനുഷ്യന് മനസ്സില്ലാതെ ഒരല്പം ബ്രോഡായിട്ട്, അതാണ് പോപ്പുലറായിട്ട് പൊതുവെ ആളുകൾക്ക് ഇഷ്ടം, വലിയ മെനക്കേടൊന്നും ഇല്ലാതെ വലിയ പോറലൊന്നും ഇല്ലാതെ നല്ല കുട്ടിയായിട്ട് ജീവിച്ച് മരിച്ച് പോണം എന്ന രീതിയിൽ ഒരു ചിന്താഗതിയാണ്. പക്ഷെ അതൊരു ട്രൂ ഡിസൈപ്പിൾ ലൈഫ്, ഒരു ശിഷ്യത്വത്തിന് ആ ഒരു ചോയ്സ് കൊടുക്കുമ്പോൾ കുറച്ചു പേരെ അതിനെ മെനക്കെടുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ കർത്താവിനോട് ഇഷ്ടം തോന്നി, കർത്താവിൻ്റെ രക്ഷയിൽ ഒരു കടപ്പാട് തോന്നി, അങ്ങനെയൊന്നും മെനക്കെട്ട് അനുസരിക്കാൻ പൊതുവെ ആളുകൾക്ക് താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് കർത്താവ് പറയാ, അങ്ങനെ രണ്ട് രീതിയിൽ മനുഷ്യന് ജീവിക്കാം. എന്നെ അനുസരിക്കുന്ന ബുദ്ധിമുട്ടോർത്ത് അത് എന്തൊരു കഷ്ടമാണ്, രക്ഷിക്കപ്പെട്ടത് ഇപ്പൊ ഒരുമാതിരി ട്രാപ്പായി പെട്ടുപോയല്ലോ, ഇനിയിപ്പോ നരകത്തിലും പോകാൻ താല്പര്യമില്ല, രക്ഷിക്കപ്പെട്ടും പോയി, അങ്ങനെ ഒരു വെപ്രാളത്തിൽ ജീവിക്കുന്നവരുണ്ട്. എല്ലാവരും അങ്ങനെയല്ല. കാരണം ആ മെനക്കെട്, ഇതനുസരിക്കാൻ പ്രയാസം കൊണ്ട് മാത്രം കർത്താവിന്റെ പിന്തുടരാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. അങ്ങനെ ചെയ്യരുത്. കാരണം അത് നാശത്തിലേക്ക് നയിക്കും. എന്നാൽ വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും തോറ്റാലും അനുസരിച്ച് അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ്സ് എ ക്വാളിറ്റി ഓഫ് ലൈഫ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജീവിതം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യണം എന്ന് കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ട് ആനിമൽസിന്റെ ഒരു ഇലസ്ട്രേഷനാണ് കർത്താവ് പറയുന്നത് അവിടെ. 15-ാം വാക്യത്തില് ഫാൾസ് പ്രോഫറ്റ്സും ട്രൂ ഡിസൈപ്പിളും തമ്മിലുള്ള വ്യത്യാസം 15-ഉം 16-ഉം. ബിവെയർ ഓഫ് ഫാൾസ് പ്രോഫറ്റ്സ് ഹു കം ടു യു ഇൻ ഷീപ്സ് ക്ലോത്തിങ് ബട്ട് ഇൻസൈഡ് ദേ ആർ വൂൾഫ്സ്. 16 യു വിൽ നോ ദം ബൈ ദെയർ ഫ്രൂട്ട്സ്. അപ്പം ഫാൾസ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവർ, നമ്മൾ പറയും നമ്മൾ ഡോക്ടറിനിൽ പക്കയാ എന്ന് പറയും. പക്ഷെ നമ്മളും തെറ്റ് പഠിപ്പിക്കുന്ന എപ്പോഴാണെന്നറിയോ? നമ്മൾ ശരി വിശ്വസിച്ച് കൂട്ടു സഹോദരനോട് വിശ്വസിക്കാൻ പറയുന്നില്ല, ക്ഷമിക്കാൻ മടി കാണിക്കുമ്പോൾ നമ്മൾ തെറ്റായ ഉപദേശമാണ് പഠിപ്പിക്കുന്നത്. കാരണം എനിക്ക് ഇങ്ങനെ വിശ്വസിക്കാം, എന്നിട്ട് എങ്ങനെ വേണേലും ജീവിക്കാം. തെറ്റ് പറ്റില്ല എന്നല്ല, തെറ്റ് പറ്റിയാൽ സോറി പറഞ്ഞ് നമുക്ക് നേരെ തിരിച്ചു വരാം, അത് വേറെ കാര്യം. എനിക്ക് എന്ത് വേണേലും വിശ്വസിച്ചിട്ട് എനിക്ക് എങ്ങനെ വേണേലും ജീവിക്കാം എന്ന് ജീവിക്കുമ്പോൾ നമ്മൾ ഒരു ഫോൾസ് ടീച്ചറായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. ചിലവർ ഫുൾ സ്വിങ്ങിന് ഫോൾസ് ടീച്ചർ ആവും, ചിലവർ സത്യം വിശ്വസിച്ചിട്ട് അതിന്റെ ഓപ്പോസിറ്റിലേ ജീവിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരും ഫോൾസ് ടീച്ചറാണ്. എന്നാൽ വോൾഫും ഉണ്ട്, പിന്നെ ഷീപ്പും ഉണ്ട്. ഷീപ്പ് ആർ ട്രൂ ഡിസൈപ്പിൾസ്. ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ബൈബിൾ വായിക്കുന്ന ആളുകൾ, അത് മനസ്സിലാക്കി അനുസരണത്തിന്റെ കീഴിൽ ബൈബിൾ വായിക്കുന്ന ആളുകൾ, BTHോ MTHോ PhDയോ എടുത്തിട്ടല്ല
അതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ അതിൻ്റെതായ സമയം സ്പെൻഡ് ചെയ്യുന്നത് നല്ലതാണ്. ബൈബിൾ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷെ അതല്ല, ദൈവത്തെ അനുസരിച്ചാണ് നമ്മൾ പഠിച്ച സത്യങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നത്. അല്ലാണ്ട് ജ്ഞാനം കൊണ്ടല്ല, വർഷങ്ങളോളം പഠിച്ചതിന്റെ ബുദ്ധി കൊണ്ടല്ല. പഠിച്ച കാര്യം ഉള്ളിൽ കയറിയോന്ന് അറിയണമെങ്കിൽ അനുസരിച്ചേ മതിയാകും. അപ്പോൾ 2 ആനിമൽസ് ഉണ്ട്. നമ്മൾ ഷീപ്പാണോ, നമ്മൾ വുൾഫാണോ? ട്രൂ ഡിസൈപ്പിൾസ് എപ്പോഴും ഷീപ്പാണ്. കാരണം നമ്മുടെ ഉപദേശം വെറുതെ ബുക്കിൽ നിന്ന് വായിച്ചതല്ല, മറിച്ച് ഉപദേശം പഠിക്കുകയും അത് അനുസരിക്കുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായ തിരിച്ചറിവാണ്. അതായത് ഉപദേശം അനുസരണത്തിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസിന്റെ ഉള്ളിലാണ് ഈ ഉപദേശം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന്, ശത്രുവിനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ തിന്മയോട് തോക്കരുത്, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക, നന്മയ്ക്കാണ് തിന്മയേക്കാൾ ബലം എന്ന് എത്ര ബുക്കിൽ നിന്ന് വായിച്ചാലും അത് വിശ്വസിക്കാൻ പറ്റൂല. കാരണം അത് കൺവിൻസ്ഡ് ആകണമെങ്കിൽ ദൈവവുമായുള്ളൊരു ബന്ധം ആവശ്യമാണ്. അപ്പോൾ ആ ഉപദേശം പഠിപ്പിക്കണമെങ്കിൽ അങ്ങനെ ദൈവവുമായി ബന്ധമുള്ള ആളുകൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ആ ഉപദേശം അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ട്രൂ ഡിസൈപ്പിൾസ് ഷീപ്പാണ് ഈ സ്റ്റോറിയിൽ. വുൾഫ് ഉണ്ട്, അത് അനുസരണത്തെയും വെറുത്ത് ഉപദേശത്തെ വെറും ജ്ഞാനമായി മാത്രം കണ്ട് പോകുന്ന ആളുകൾ. മറ്റേത് ട്രൂ ഡിസൈപ്പിൾ ഉപദേശത്തെ അതിനോട് കൂടെ ചേർന്ന് അടങ്ങിയിരിക്കുന്ന അനുസരണത്താൽ ആ ഉപദേശത്തെ അനുസരിച്ച് തിരിച്ചറിഞ്ഞ, അനുസരിച്ച് കൺവിൻസ്ഡ് ആയി, അനുസരിച്ച് ദൈവവുമായിട്ടുള്ള ആത്മബന്ധത്തിൽ തിരിച്ചറിവുള്ള ഉപദേശം. ജ്ഞാനം നല്ലതാണ്. കർത്താവ് തന്നെ, ദൈവം തന്നെ പറയുന്നുണ്ട്, എന്റെ പീപ്പിൾ ആർ ഡിസ്ട്രോയിഡ് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് നോളജ്. അറിവ് തെറ്റല്ല, എന്നാൽ അറിവിനൊത്തവണ്ണം അനുസരിക്കാതിരുന്നാൽ അത് വളരെ തെറ്റാണ്. അപ്പോൾ ട്രൂ ഡിസൈപ്പിൾ ഈസ് എ ഡിസൈപ്പിൾ ഹു ഒബേ ദ ഡോക്ട്രിൻ ദേ ബിലീവ്. അതാണ് അതിന്റെ ആ ചോയ്സ് എപ്പോഴും ഉണ്ട്. പിന്നെ ബാഡ് ട്രീയും ഗുഡ് ട്രീയും. ബാഡ് ട്രീക്ക് ബാഡ് ഫ്രൂട്ട്സും ഗുഡ് ട്രീക്ക് ഗുഡ് ഫ്രൂട്ട്സും. ഒരു വൃക്ഷത്തെ അതിന്റെ ഫലത്താൽ തിരിച്ചറിയാം. എന്ന് പറഞ്ഞാൽ ഒരു ട്രൂ ഡിസൈപ്പിൾ ആരാണെന്ന സ്വഭാവത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. സോ അവിടെ ഒരു ചോയ്സ് തരികയാണ്. ഡു യു വാണ്ട് ടു ബി എ ബാഡ് ട്രീ ഓർ എ ഗുഡ് ട്രീ? ഗുഡ് ട്രീ വിൽ ഹാവ് എ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആൻഡ് യുവർ ക്യാരക്ടർ വിൽ കം ഔട്ട്. അത് ആ ട്രൂ ഡിസൈപ്പിളിന്റെ സ്വഭാവം അത് വെളിവാകും. അപ്പൊ അവിടെ ഒരു ചോയ്സ് ആണ് ദൈവം കൊടുക്കുന്നത്. സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട്, there are 2 types of disciples: false disciples and true disciples. false disciples, അതായത് നമ്മളത് വായിക്കുന്ന 21, 22, 23 വായിക്കുകയാണ്. 21 of chapter 7. Not everyone who says to me, Lord, Lord, shall enter the kingdom of heaven, but he who does the will of the Father in heaven. But he who does the will of the Father in heaven. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ദൈവമേ ദൈവമേ എന്ന് വായ കൊണ്ട് പറയുന്നവനല്ല, അത് അനുസരിക്കുന്നവനാണ് ശരിക്കും ദൈവമായിട്ടൊരു ആത്മബന്ധം തുടങ്ങുന്നത്. അപ്പൊ ദൈവവുമായൊരു ബന്ധം തുടങ്ങാൻ അനുസരണം അത്യാവശ്യമാണെങ്കിൽ എത്രയധികം തുടർന്നുള്ള ജീവിത ദിവസങ്ങളിൽ. സോ ട്രൂ ഡിസൈപ്പിൾസ് ആർ ഡിസൈപ്പിൾസ് ഹു ബിലീവ് ആൻഡ് പ്രാക്ടീസ് ദ വിൽ ഓഫ് ഗോഡ്. ഫോൾസ് ഡിസൈപ്പിൾസ് ഓൺലി ആക്ഷൻസ്, നോ ചേഞ്ച് ഇൻ ക്യാരക്ടർ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് 22-ാം വാക്യത്തിൽ, അന്നാളിൽ പറയും, ലോർഡ് ലോർഡ്, ഞാൻ നിന്റെ നാമത്തിൽ പ്രവചിച്ചില്ലേ, ഭൂതങ്ങളെ പുറത്താക്കിയില്ലേ, ഒത്തിരി വണ്ടേഴ്സ് ചെയ്തില്ലേ. പറയുന്നത് ഞാനൊരു വലിയൊരു വണ്ടർ ഒക്കെ ചെയ്ത ഒരു ക്രിസ്ത്യൻ മിനിസ്റ്ററാണ്, വെരി പോപ്പുലർ, ആളുകൾ ഒത്തിരി ഫോളോവർ ഉള്ളതാണ്. പക്ഷെ കർത്താവ് എന്താ പറയുന്നത്? വേഴ്സ് 23, ഐ നെവർ ന്യൂ യു, യു ഡിപ്പാർട്ട് ഫ്രം മീ, യു ഹു പ്രാക്ടീസ് ലോലെസ്നെസ്. അപ്പൊ കർത്താവിന്റെ നാമം ഉപയോഗിച്ചു കഴിഞ്ഞപ്പം ഡീമൻസ് പേടിച്ചു. സത്യം,
കർത്താവിന്റെ നാമത്തിൽ പല കാര്യങ്ങളും ചെയ്തപ്പോൾ അത് വർക്ക് ചെയ്തു. കാരണം കർത്താവിന്റെ പേരിന് തന്നെ ഒരു ശക്തി ഉണ്ടല്ലോ. പാപമില്ലാത്ത ഒരേ ഒരു പേരാണ് യേശു ക്രിസ്തു. വേറെ ഏത് പേരെടുത്താലും അതിനൊരു പാപമുണ്ട് എന്ന് അതൊരു ഇല്ലസ്ട്രേഷൻ ആയിട്ടാണ്. ദാറ്റ് മീൻസ് കർത്താവിന്റെ നാമത്തിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടന്റ് കർത്താവ് പറഞ്ഞത് അനുസരിച്ചോ എന്നാണ്. അതുപോലെ തന്നെ അങ്ങനെ പറഞ്ഞത് കേട്ട് അനുസരിക്കുന്നവരാണ് ഒറിജിനൽ ഡിസൈപ്പിൾസ്. But true disciples are people who believe and practice the will of God. False disciples എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് മാത്രമേ ഉള്ളൂ, സ്വഭാവത്തിൽ ഒരു മാറ്റമില്ല. സ്വഭാവം മാറാതെ എത്ര വലിയ ഉപദേശം വിശ്വസിച്ചിട്ടും ഒരു കാര്യമില്ല. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഈസ് ദ ആസിഡ് ടെസ്റ്റ്. ജ്ഞാനം കൊണ്ട് അല്ല, ഒരു വ്യക്തിക്ക് മറ്റേ വ്യക്തിയോട് ജ്ഞാനം കൊണ്ട് മാത്രം ബന്ധപ്പെടാൻ പറ്റില്ല, മനസ്സുകൊണ്ടും അടുക്കണം. സോ ക്രിസ്ത്യൻ മിനിസ്ട്രി വിത്തൗട്ട് ചേഞ്ച് ഇൻ ക്യാരക്ടർ ഈസ് വെരി ഡേഞ്ചറസ്. അവസാനമായിട്ട് 2 ബിൽഡേഴ്സിനെ കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഫൂളിഷ് ബിൽഡർ, വൈസ് ബിൽഡർ. വൈസ് ബിൽഡറിനെ പറ്റി പറയുന്നത് വേഴ്സ് 24, whoever hears these things of mine and does them, അല്ലെങ്കിൽ അനുസരിക്കുന്നവർ, അവരെ കർത്താവ് പറയാം, I will compare him to a wise man who built a house on the rock. ഒരു ബുദ്ധിയുള്ള ആള് ഉറപ്പുള്ള ഭൂമിയിൽ ഒരു വീട് വെച്ച പോലെ, അതായത് അത്രയും ബുദ്ധിയുണ്ട്. അപ്പം ആ ബുദ്ധിയുള്ള ഒരാളെ പോലെയാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. ആരെ? അനുസരിക്കുന്ന വ്യക്തികളെ. ഞാൻ പറയുന്നത് കേട്ട് അത് അനുസരിക്കുകയാണെങ്കിൽ, സ്വഭാവം മാറുകയാണെങ്കിൽ, ഹീസ് എ വൈസ് പേഴ്സൺ എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടിട്ട് അനുസരിക്കാത്തവര്, അല്ലെങ്കിൽ അനുസരണം അഭിനയിക്കുന്നവര്, ഹിപ്പോക്രിറ്റ്സ്. അപ്പം വിശ്വാസം, അനുസരണം, അനുദപിക്കുക, സ്വഭാവം മാറുക എന്ന രീതിയിൽ ജീവിതത്തെ കണ്ട് മുന്നോട്ട് പോകുന്നവരാണ് ബുദ്ധിയുള്ള ബിൽഡേഴ്സ്. അപ്പം ഇങ്ങനെ കർത്താവ് കോൺട്രാസ്റ്റ് ചെയ്യാണ്. അതായത് 2 ബിൽഡേഴ്സ്. ട്രൂ ഡിസൈപ്പിൾ ഈസ് എ വൈസ് ബിൽഡർ. 2 ട്രൂ ഡിസൈപ്പിൾസ് ആർ പീപ്പിൾ ഹു ഒബേ. ട്രൂ ഡിസൈപ്പിൾസ് ആർ ലൈക്ക് ഗുഡ് ട്രീ. ട്രൂ ഡിസൈപ്പിൾസ് ആർ ലൈക്ക് ഷീപ്പ്. ട്രൂ ഡിസൈപ്പിൾസ് ആർ ലൈക്ക് പീപ്പിൾ ഹു എൻറ്റർ ബൈ ദ നാരോ ഗേറ്റ്. സോ ഇത്രയും ചോയ്സ് കർത്താവ് അവിടെ കൊടുക്കുകയാണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയാണ് കർത്താവ് ആ സർമൺ അവസാനിക്കുന്നത്. ആദ്യം കർത്താവിന്റെ പ്രമാണങ്ങളെ പറ്റി പറഞ്ഞു, കറക്റ്റ് ചെയ്തു, എന്നിട്ട് ചോയ്സ് കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ പറയുന്ന കേട്ട് ഞാൻ പറയുന്നത് അനുസരിക്കുന്നവരാണ് എൻ്റെ ശിഷ്യന്മാർ. പിന്നെ എന്നെ അനുസരിക്കണമെങ്കിൽ അല്പം മെനക്കേടാ. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഒബേ മീ. പക്ഷേ എന്നോടൊരു കടപ്പാട് ഒരല്പമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, സുവിശേഷം നിങ്ങൾ സ്വീകരിച്ചിട്ട് എന്നെ രക്ഷിച്ച ദൈവമേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നൊരു കടപ്പാടോടുകൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ട്രൂ ഡിസൈപ്പിൾസ് ആർ പീപ്പിൾ ഹു will at any cost want to obey me. അവർ നല്ല ഫലങ്ങളാൽ അവരെ തിരിച്ചറിയും, ബുദ്ധിയുള്ള ഡിസിഷൻസ് കൊണ്ട് അവരെ തിരിച്ചറിയും, സ്വഭാവം മാറത്തക്ക രീതിയിലുള്ള ഉപദേശം കൊണ്ട് നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റും. കാരണം സ്വഭാവം മാറുന്ന, നല്ല സ്വഭാവമുള്ള ഒരു ഉപദേശം പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം. നമ്മൾ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരു സ്ഥലത്ത് നമുക്കൊരു ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തണമെങ്കിൽ പലപ്പോഴും നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിച്ചുകൊണ്ട് വരികയാണ്. കാരണം അവിടെയുള്ള വിശ്വാസികൾ പറഞ്ഞ ആരും കേൾക്കൂല. കാരണം എല്ലാവർക്കും അറിയാം അവരാരാണ്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരും. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകാതെ വളരെ സാക്ഷ്യത്തോടു കൂടെ ഒരു ട്രൂ ഡിസൈപ്പിൾ ആയിട്ട് മാറണം. സോ 2 ഗേറ്റ്സ്, ലെറ്റ്സ് നമുക്കതൊന്ന് റിവ്യൂ ചെയ്യാം. 2 ഗേറ്റ്സ്. മെനക്കെട്ട് ആ കഷ്ടപ്പാട് സഹിച്ച്, കാരണം അത്ര കടപ്പാട് ദൈവത്തോട്. എന്നെ രക്ഷിക്കാൻ വേണ്ടി ദൈവം പുത്രനെ വരെ തന്നു. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചോദിക്കാനാ?
അതും എന്നോട് സമ്മതം ചോദിക്കാതെ എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. എന്റെ പാപങ്ങളെ ക്ഷമിക്കാൻ ദൈവത്തിന് സമ്മതമായി. ആ കടപ്പാടോടുകൂടെ കഷ്ടപ്പെട്ട് അനുസരിക്കുന്നവരാണ് ചെറിയ ഗേറ്റിൽ കൂടെ പോകുന്ന ഒറിജിനൽ ഡിസൈപ്പിൾസ്. മറ്റൊരു ഈസി വേ ഔട്ട്, അതിന്റെ ഒടുക്കം ഡിസ്ട്രക്ഷൻ ആണ്. അതുപോലെ തന്നെ ഷീപ്പും ഉണ്ട്, വൂൾഫും ഉണ്ട്. ട്രൂ ഡിസൈപ്പിൾസ് അവര് ഫോൾസ് ടീച്ചേഴ്സ് അല്ല, ഫോൾസായ കാര്യങ്ങൾ പഠിപ്പിക്കില്ല. ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ അനുസരണത്തോടുകൂടെ പഠിപ്പിക്കും. ബാഡ് ട്രീയും ഗുഡ് ട്രീയും ഉണ്ട്. ബാഡ് ട്രീ ബാഡ് ഫ്രൂട്ട്സ്, ഗുഡ് ട്രീ ഗുഡ് ഫ്രൂട്ട്സ്. ഗുഡ് ഡിസൈപ്പിൾസ് അവരവരുടെ ഫലങ്ങളാൽ അവരെ തിരിച്ചറിയാം. ഡിസൈപ്പിൾസ്, ട്രൂ ഡിസൈപ്പിൾസ് വിൽ ഓൾവേസ് ഒബേ. അങ്ങനെ അനുസരിക്കുന്ന ആളുകളെ ബുദ്ധിയുള്ള ഒരാളായിട്ട് ദൈവം വ്യാഖ്യാനിക്കും. സോ ഇതാണ് മനുഷ്യന്റെ മുമ്പിലുള്ള ചോയ്സസ്. ആരാകണം എന്നൊരു ചോയ്സ് ഉണ്ട്. ദൈവം പറയുകയാണ്, ഇഫ് യു വാണ്ട് ടു ബി എ ട്രൂ ഡിസൈപ്പിൾസ്, you choose the narrow gate. You choose to be a sheep. You choose to be a wise builder. And you choose good tree. You choose to be a good tree. Good tree, good fruits തരും. അങ്ങനെ ഒരു ചോയ്സ് നമ്മൾ എടുക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മാത്യു 6:19-34 ഒരു കേസ് സ്റ്റഡിയാണ്. ഈ കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇത്രയും പറഞ്ഞ് ഈ സെർമൺ അവസാനിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് ഒരു എക്സാമ്പിളിൽ കൂടെ ഒന്ന് നോക്കാൻ ഇതൊരു അല്പം ഉപകാരമായിരിക്കും. കാരണം 6:19-34 അതൊരു വ്യാകുലപ്പെടരുത് എന്നത് കർത്താവ് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പം പറയാണ്, ഭാവിയെക്കുറിച്ച് നമുക്ക് അറിയില്ല. ഒന്നെങ്കിൽ കർത്താവിൽ വിശ്വസിച്ച് ഭാവിയെ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ നേരിടുന്നവരുണ്ട്, അല്ലെങ്കിൽ വളരെ വറി ചെയ്ത് ഫ്യൂച്ചറിനെ നേരിടുന്നവരുണ്ട്. ഇപ്പൊ ഉപദേശം ഉണ്ട്, അതിന്റെ ചലഞ്ചും ഉണ്ട്. ആ ചലഞ്ചാണ് വറി. അപ്പം ഉപദേശം പറയുന്നത് നമുക്ക് അതൊന്ന് സർവേ മാത്രം ചെയ്യാം. 6:19-20 അവിടെ പറയുന്നത്, allow your heart to be shaped by your future എന്ന് പറഞ്ഞാൽ, don't lay up for yourself treasures on the earth, 20, but lay up treasures in heaven, for where your treasure is, there your heart will also be. എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്വർഗത്തിൽ പോകുമെന്ന് നമുക്കറിയാം, ദൈവത്തോട് കൂടെയാണെന്ന് അറിയാം. അതറിയുമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അത് വിശ്വസിച്ച് അതിനൊത്തവണ്ണം നമ്മുടെ ഹൃദയത്തെ നമ്മൾ മാറ്റിക്കൂടാ? നമ്മൾ അങ്ങനെ നമ്മുടെ ഹൃദയത്തെ മാറ്റി നമ്മൾ ഭാവിയിൽ ദൈവത്തോടു കൂടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ദൈവത്തോടു കൂടെയാണ് എന്ന് മനസ്സിലാക്കി നമ്മളെ തന്നെ, നമ്മുടെ ഹൃദയത്തെ നമ്മൾ മാറ്റണം. അത് കഴിഞ്ഞ് 22-23 അവിടെ പറയുന്നത്, the lamp of the body is the eye. If the eye is good, whole body will be full of light. If the eye is bad, the whole body will be full of darkness. If the light in you is darkness, how great is that darkness? ഇപ്പോൾ ഇതിന്റെ അർത്ഥം, ഇപ്പോൾ നിങ്ങൾക്കുള്ള കാഴ്ചപ്പാട്, അപ്പൊ കണ്ണിനെ പറ്റിയല്ല അവിടെ പറയുന്നത്. കാരണം കണ്ണിൽ നിന്ന് ഹോൾ ബോഡിയിലേക്ക് വെളിച്ചം കയറുന്നില്ല, അങ്ങനെയല്ല. അതൊരു ഇല്ലസ്ട്രേഷൻ ആണ്. നമ്മൾ ഒരു കാഴ്ചപ്പാട്, ഹൗ യു സീ തിങ്സ്. ഭാവിയെ കണ്ട് നമ്മൾ ഹൃദയത്തെ മാറ്റണം. ഇന്ന് ജീവിക്കുമ്പോൾ ഇവിടെ നമ്മുടെ പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാട്, allow your heart to be shaped by the present on the earth. And 6:24 കർത്താവ് പറയാണ്, your loyalty is your choice. No one can serve two masters. Either he will hate the one and love the other, else he will be loyal to the one and despise the other. You cannot serve God and money. അപ്പൊ അതാണ് ഉപദേശം. നമ്മുടെ ഭാവി നമുക്കറിയാം, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹൃദയത്തെ മാറ്റണം. Allow your heart to be shaped. ഇപ്പോൾ ഉള്ള ആ കാഴ്ചപ്പാട്, നമ്മൾ ദൈവമക്കളാണെന്നും ദൈവം പറയുന്ന പ്രമാണങ്ങൾക്കൊത്തവണ്ണം നമ്മൾ കാര്യങ്ങളെ കാണണം എന്ന് ഉള്ള കാര്യം അനുസരിച്ച്
നമ്മൾ നമ്മുടെ ഹൃദയത്തെ അതിനൊത്തവണ്ണം മാറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ള കാഴ്ചപ്പാട് ഇരുട്ടാണെങ്കിൽ, നമ്മൾ വെളിച്ചം കിട്ടിയവരാണ് എന്ന് പറയുന്ന നമ്മുടെ ഹൃദയത്തിൽ ഉള്ള നമ്മുടെ കാഴ്ചപ്പാട് ഇരുട്ടാണെങ്കിൽ അത് കൂരിരുട്ടാ. സ്വർഗത്തിൽ പോകുന്നവരുടെ അനുസരണം ഇങ്ങനെയാണെങ്കിൽ, വെളിച്ചം കിട്ടിയവരുടെ വെളിച്ചം ഇരുട്ടാണെങ്കിൽ അത് ഭയങ്കര ഇരുട്ടാ. അതാണ് അതിന്റെ പോയിന്റ്. അതിനുശേഷം പറയാൻ യുവർ ലോയൽറ്റി ഈസ് യുവർ ചോയ്സ്. അത്രയും പറഞ്ഞതിന് ശേഷം വറിയിലേക്ക് കർത്താവ് പ്രസംഗത്തിൽ അങ്ങ് അഡ്രസ് ചെയ്യാണ്. അവിടെ പറയാണ് 6:25, therefore I say to you, do not worry about your life, what you will eat or what you will drink, or about your body, what you will put on clothes. Is life not more than food and body more than clothing? എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ കാണാൻ പറ്റണം. ഞാൻ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ വാല്യൂ ഇതിൽ നിന്ന് എത്രയോ വലുതാണ്. ഇപ്പൊ Psalm 63:3 പറയുന്നത്, ദൈവമേ നിന്റെ ലവിങ് കൈൻഡ്നെസ് ഈസ് ബെറ്റർ ദാൻ ലൈഫ്. നിന്റെ ദയ ജീവനേക്കാൾ വലുതല്ലോ, നല്ലതല്ലോ. സോ നമുക്ക് വേറെയൊരു ചലഞ്ചാണ്. ദൈവത്തിന്റെ ദയ അല്ലെങ്കിൽ ദൈവവുമായിട്ട് നമ്മുടെ ബന്ധം, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങളെ കണ്ടില്ലെങ്കിൽ നമുക്ക് വറി നമ്മുടെ ഉള്ളിലേക്ക് വരും. അതുകൊണ്ടാണ് 6:26-30 പറയുന്നത്, ഇഫ് ഗോഡ് വാല്യൂസ് അസ് സോ മച്ച്, നമുക്ക് പ്രാവിനേക്കാൾ സ്പാരോയേക്കാളും വാല്യൂ ഉണ്ടെങ്കിൽ, ദൈവം ഒരു പ്ലാന്റിനെ ഇത്ര അറ്റൻഷൻ കൊടുത്തെങ്കിൽ നമുക്ക് എത്ര അറ്റൻഷൻ ഗോഡ് തരും? അതുകൊണ്ട് വി മസ്റ്റ് ഡിസ്ട്രോയ് അവർ വറി ബൈ ട്രസ്റ്റിംഗ് ഇൻ ഗോഡ്. ജെയിംസ് 5:7-12 ദൈവത്തിൽ ആശ്രയിച്ച് ക്ഷമയോടെ ആശ്രയിച്ച് നിൽക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ ഗോഡ് വാണ്ട്സ് അസ് ടു ഡിസ്ട്രോയ് അവർ വറി. സോ ഈ കേസ് സ്റ്റഡിയിൽ ദ ഡോക്ട്രിൻ ഈസ് ഓൾവേസ് ദിസ്: allow your heart to be shaped by your future. Allow your heart to be shaped by your present. ഇപ്പോൾ ഭൂമിയിലുള്ള രക്ഷിക്കപ്പെട്ടവരുടെ ആ കാഴ്ചപ്പാട് എങ്ങനെയാണോ കർത്താവ് പറയുന്നത്, ആ കാഴ്ചപ്പാടോടുകൂടെ ജീവിച്ച് നമ്മുടെ ഹൃദയങ്ങളെ അങ്ങനെ ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ ഷേപ്പ് ചെയ്യുക, അങ്ങനെ ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ഭാവിയിൽ നമ്മൾ അങ്ങ് ചെല്ലുമ്പോൾ ദൈവത്തോടു കൂടിയാണ് ഫോറെവർ. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹൃദയത്തെ ഷേപ്പ് ചെയ്യുക. കാരണം നമ്മുടെ ലോയൽറ്റി നമ്മുടെ ചോയ്സ് ആണ്. അതിന്റെ ഒരേ ഒരു ചലഞ്ച് ആദിയാണ്. ഇത്രയൊക്കെ ദൈവം നമ്മളോട് കൂടെ ഇന്നും പിന്നെയും ഭാവിയിലും ഉണ്ട് എന്ന് ഉറപ്പ് തന്നിട്ടും നമ്മൾ ആദി വരികയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. സോ നമ്മൾ ദൈവത്തിന്റെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ വ്യാഖ്യാനിക്കാനും, ദൈവം മനുഷ്യനല്ലാത്ത കാര്യത്തിന് ഇത്രയും അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ മനുഷ്യന് ദൈവം എന്ത് മൂല്യം കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ആ വറിയെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റണം. സോ ഇങ്ങനെയാണ് ആ സെർമൺ എൻഡ് ചെയ്യുന്നത്. There are kingdom principles, chapter 5, 3-16. Then Christ corrects the law and corrects hypocrisy. Then Christ gives a choice. So please read these passages. Please understand. Before we come for the next class, please read Matthew chapter 10. So please understand this structure. ഈ പ്രിൻസിപ്പിൾസ് ആണ് ഇനിയുള്ള സെർമൺസിലെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് 3 ക്ലാസ് എടുത്തു. ഈ സെർമൺ മാത്രം ഒരു ഏറ്റവും ചെറിയ രീതിയിൽ ലളിതമായി നമ്മളിതിനെ ധ്യാനിക്കാൻ. ഇനിയുള്ള സെർമൺസ് എല്ലാം ഇതിന് റെപ്പിറ്റീഷൻ ആണ്. സോ വി വിൽ ബി ഏബിൾ ടു മൂവ് എ ലിറ്റിൽ ബിറ്റ് ഫാസ്റ്റർ, മേ ബി another 2 more classes. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു ട്രൂ ഡിസൈപ്പിൾ ആവാൻ, ട്രൂ ഡിസൈപ്പിൾ ആകാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.